ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരനാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്കിവിടെ നല്ല ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തോരൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ആദ്യം നമുക്കിതിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കാണിക്കാം. ആദ്യം ഫ്രണ്ടിലത്തെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുക. ആദ്യം തന്നെ തൊലി ഫുള്ളായിട്ട് മാറ്റിയെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ മാറ്റുന്നതാണ് നല്ലത്. ഫ്രണ്ടിലത്തെ ഭാഗം മാറ്റിയപ്പോഴാണ് കണ്ടത് ഇതിൽ നന്നായിട്ട് കറയുണ്ട്. ആദ്യം നമുക്ക് ഈ കറയൊക്കെ മാറ്റിക്കളയാം. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതൊക്കെ മാറ്റിക്കളയാം. ഇനി എല്ലാം ഇതുപോലെ റൗണ്ടായിട്ട് ആദ്യം മുറിക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അധികം ചെറിയ സൈസ് ആക്കണ്ട, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ നടുവിലത്തെ പോർഷൻ നമുക്കൊന്ന് മാറ്റിക്കളയാം. ഇങ്ങനെ എല്ലാം ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചക്കയെല്ലാം മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. അധികം വെള്ളം ചേർക്കേണ്ട, ഇത് മുങ്ങാൻ മാത്രമുള്ള വെള്ളമൊന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ കുറച്ച് കാന്താരി മുളകാണ് ഞാനിവിടെ ചേർക്കുന്നത്. 7 കാന്താരി ചേർത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. ഞാനൊരു മാഷർ ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുത്താൽ മതി. നല്ല പോലെ ഇത് ഉടച്ചെടുക്കാം. നമ്മുടെ ചക്ക നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഉഴുന്ന് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ അരപ്പിട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ അരപ്പ് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാം. ചക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ റെഡിയാവും.
ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ചക്ക വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്കത്തോരൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ വളരെ എളുപ്പത്തിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്